जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता. എന്താ പറഞ്ഞ ഭാഗവതം വിജയിക്കട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. ജയ ജയ രാധാകൃഷ്ണ സ്വരൂപ, രാധയുടെയും കൃഷ്ണന്റെയും സ്വരൂപമാണ്. ഇനി എഴുതിരുത്തിട്ട് മതി. ഇപ്പൊ എഴുതിയത് പോട്ടെ, അറിയാണ്ട് സംഭവിച്ചതൊന്നും കുഴപ്പമില്ല. ഇനി പറഞ്ഞതെന്ന് ഭഗവാൻ പറയിപ്പിച്ചതാണ്. ഇനി എഴുതരുത് എന്റെ മേലേന്ന്. ഞാൻ മുമ്പ് ഫസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു, പക്ഷെ അന്ന് ഒരു വായിച്ചാ മതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദേവായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുധം. ഭാഗവത മഹാത്മ്യാണ് ഗോകർണന്റെ കഥ വരണം അതിലുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോകർണൻ കേട്ടിട്ടുണ്ട്, ദുന്ദുകാരി. എന്താണ് ഗോകർണനും ദുന്ദുകാരിയും അല്ലേ? ദുന്ദുബി എന്നുള്ള അമ്മയുടെ ഒരു അച്ഛന്റെ പേരെന്താണ് ഓർമ്മയില്ല. ഒരു ബ്രാഹ്മണന്റെ ഭാര്യയാണ് ദുന്ദുബി. അവർക്ക് മക്കളില്ല. അപ്പൊ ഈ ബ്രാഹ്മണരിയാണ് ദുന്ദുബി. അവരുടെ മകനാണ് ദുന്ദുകാരിയാവണത്. അപ്പൊ ഇവർ രണ്ടുപേരും കുട്ടികളില്ല. ആ പെണ്ണിന് കുട്ടികളൊന്നും ആഗ്രഹമില്ലാത്ത പാർട്ടിയാണ്. ഒട്ടും കുട്ടികൾ പ്രസവിക്കാനൊന്നും ഇഷ്ടമില്ല. അങ്ങനെയാണ് ദുന്ദുബി. അങ്ങനെ ഒരു ചീത്ത സ്ത്രീ. ഒരു സ്ത്രീകൾക്ക് വേണ്ട ഗുണങ്ങളൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ സൂചിച്ച് നടക്കണം എന്നല്ലാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനോ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല. മുഴുവൻ ഭൗതിക ആഗ്രഹമാണ് മകൻ വേണമെന്നുള്ള. അപ്പോൾ ഇദ്ദേഹം മഹർഷി ചോദിക്കണം, എന്താ അങ്ങ് ദുഃഖിക്കുന്നു പറയുമ്പോൾ എനിക്കൊരു മകനില്ല എന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് 7 ജന്മത്തിലേക്ക് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല മക്കളെ. അപ്പോൾ നിങ്ങൾ അതിന് ശ്രമിക്കാതെ ആത്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കാൻ പറയും. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പറയല്ല, എനിക്ക് കുഞ്ഞുങ്ങൾ പശുവിനെ പോലെ. അതാണ് ഗോകർണൻ. കർണം പശുവിനെ പോലെ ആയതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പ്രസവിക്കുക. അനീതിയും ഇവര് വയറൊക്കെ വെച്ച് കെട്ടി പ്രഗ്നന്റാന്ന് അഭിനയിക്കിട്ട് കുട്ടീനെ എനിക്ക് തരണം എന്ന് പറയും. ദുന്ദുബി പ്രസവിച്ചിട്ടില്ല. അനീതി പ്രസവിച്ച കുട്ടിയാണത്. ഇവര് ചെവി വലുതായിട്ടുള്ള ഗോകർണൻ എന്നുള്ള പേരും അവന് ഗോകർണൻ എന്നും. പശുവും പ്രസവിച്ച ആൾക്ക് സന്തോഷമായി. 2 ലോട്ടറി അടിച്ച പോലെ പശുവിനും കിട്ടി, പശുവിനെയും കിട്ടി, പശുക്കുട്ടീനെയും കിട്ടി. അതുപോലെ ഇവിടെ ഒരു അപ്പൊ ദുന്ദുകാരിന്ന് അതിനും പേരിട്ട്, ഇതിന് ഗോകർണൻ എന്നും പേരിട്ട്. ഗോകർണൻ അടുത്ത് തന്നെ ഒരു ആശ്രമത്തിലൊക്കെ താമസിക്കും. ഈ അമ്മേനെയും അമ്മ പിന്നെ കുറെ ശാസിച്ചു തുടങ്ങി. അമ്മ പറഞ്ഞത് അനുസരിക്കാണ്ടായപ്പോ അമ്മേനെ പുറത്താക്കുവൻ. ദുന്ദുകാരി ഈ തള്ളേനെ പുറത്താക്കും. അമ്മേനെയും മേമേനെയൊക്കെ പുറത്താക്കും. കിണറ്റിൽ ചാടി മരിക്കും അല്ലേ? ആ വിഷമം കൊണ്ട്. ചില കഥകൾ ഭാഗ്യം എന്ന് ഓർമ്മ. പിന്നെ ഇവര് വേശ്യസ്ത്രീകളെയൊക്കെ കുറെ കൊണ്ടുവന്ന് വീട്ടില്, ഇവർക്ക് കുറെ സ്വത്തുണ്ടല്ലോ. കുറെ സ്വത്ത് കണ്ടപ്പോ ഈ സ്വത്ത് കൈയടക്കാൻ വേണ്ടി കേസിൽ ഇത് സംഭവിക്കില്ല കേട്ടാ. ഇത് സാധാരണ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. നാമം ജപിക്കുന്ന ഭക്തന്മാര് ആക്സിഡന്റ് വന്നാലും പാമ്പ് കടിച്ച് എങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല, അവർക്ക് കോലോത്തും, അവർക്ക് മുക്തി കിട്ടും. സദാ നാമം ജപിച്ചിട്ടില്ല. അപ്പൊ അവർ മരിക്കാൻ ഒരു കാരണം അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷെ അവര് എങ്ങനെ മരിക്കുമ്പോൾ വെളുത്ത പക്ഷത്ത് മരിക്കണം. നമ്മൾ കറുത്ത പക്ഷത്ത് മരിച്ചാൽ ഒരു കുഴപ്പമില്ല. ദക്ഷിണായന കാലം അല്ല, ഉത്തരായണ കാലത്തിന് വേണ്ടി കാത്തുനിന്ന്, ഉത്തരായണ കാലം അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ സമയത്ത് മരിക്കണം. ആ സമയത്ത് മരിച്ചാൽ കർക്കടകം, മിഥുനം, ചിങ്ങം, കർക്കടകം വരെ മരിക്കാൻ പാടില്ല. കർക്കടകം വരെങ്കിലേ നോണൊക്കെ കഴിക്കുന്നത് ഭക്തന്മാരുടെ ലക്ഷണമല്ല. മറ്റൊരാളെ ഒരു ജീവിനെ ഉപദ്രവിച്ച് കഴിക്കാൻ, നമുക്ക് മറ്റുള്ളവരുടെ മാംസം കഴിക്കാൻ തോന്നില്ല നാമം ജപിക്കണവർക്ക്. കൃഷ്ണന്റെ നാമം വായിൽ വരുന്നവർക്ക് എങ്ങനെയാണ് അശുദ്ധമായ സാധനം വായിലിടാൻ പറ്റുക? ഭക്തന്മാരുടെ കേസാണ് ഞാൻ പറഞ്ഞത്. നോണൊക്കെ കഴിച്ച് ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിച്ച്. അല്ല മാതാജി, ഇപ്പൊ നമ്മുടെ അച്യുതാനന്ദൻ 102 വയസ്സിലല്ലേ മരിച്ചു. ആളുടെ ജാതത്തിൽ 102 വയസ്സ് വരെ ആയുസ്സുണ്ട്. ഞാൻ പറഞ്ഞു എക്സാം അല്ലല്ല, ചിലപ്പോ 102 എത്ര വയസ്സുണ്ട്? 30 കൊല്ലം പ്രേതമായിട്ട് നിൽക്കണം. അതാണ് ഈ പ്രേതരൂപം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ആയുസ് എത്തണ വരെയും കാരണം ആയുസ് എത്തിയാലും അടുത്ത ജന്മം നമുക്ക് വിധിച്ചിട്ടുള്ളൂ അല്ലെ? പലതും ചെയ്യണമെന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാഹിക്കുണ്ട്, ഒന്നും വെള്ളം കുടിക്കാൻ പറ്റില്ല. രാഹുകേതാണെന്ന് എനിക്കറിയില്ല. ഈ ആത്മാവിന് ഒന്നും നടത്താൻ പറ്റില്ല, ശരീരം ഇല്ലാത്തതുകൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. എങ്ങോട്ടും പോകാനും പറ്റില്ല. ഇവിടെ തളച്ചിട്ടില്ലേ, എങ്ങടെങ്കിലും പോണെങ്കിൽ അതിന്റെ നല്ല കർമ്മങ്ങൾ തീരപ്പെടുകയാണ്. ഞാൻ അത്രയും കഷ്ടങ്ങൾ ദോഷങ്ങൾ ചെയ്ത കാരണം ഞാനിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനമ്മയെ നോക്കിയില്ല, ഉപദ്രവിച്ചു, വേശ്യാസ്ത്രീകളെ കൊണ്ടുവന്ന് അവിടെ അല്ലെ എല്ലാ വൃത്തികേടും ചെയ്ത കാരണം എനിക്ക്
ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ എൻ്റെ ശരീരം ഇടയ്ക്ക് ഭാഗവത സപ്താഹം വയ്ക്കാൻ പറഞ്ഞു. അതാണ് ഭാഗവതം മഹാത്മ്യം. മനസ്സിലായി? ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഏത് മുക്തി കിട്ടാത്ത പ്രേതവും മുക്തനാവും എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായ പ്രേതരൂപത്തിലായ എന്താ സൊല്യൂഷൻ എന്നുള്ളത്? ഭാഗവതം കേൾപ്പിക്കുക, അവര് സപ്താഹം കേൾപ്പിച്ചാൽ മതി. അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. ആത്മാവിനെ മനസ്സുകൊണ്ട് ആവാഹിക്കണം നമ്മള്. പ്ലീസ് ഇവിടെ വന്നിരിക്കൂ എന്ന് പറയും. ഇവിടെ ഇപ്പൊ ഈ ആത്മാവ് ചോദിക്കും, സപ്താഹം ഉള്ള കൊണ്ടുള്ള 7 ശൽക്കങ്ങളുള്ള ദണ്ടാണ് ആളുടെ സന്യാസ ദണ്ട്. അതിൽ നിങ്ങൾ 7 ഓരോ ദിവസം ഓരോന്നിലായിട്ട് ഇരിക്കാൻ പറയും. ആ ദണ്ടിൽ താഴത്തെ വന്ന് ഇരിക്കാൻ പറയും. അപ്പൊ ഇരിക്കും. ആ ശൽക്കത്തിൽ വന്നിട്ട് ഈ പ്രേതരൂപി വന്നിരിക്കും. അങ്ങനെ കേട്ടു ദുന്തുകാരി. അത് കാരണം 7-ാം ദിവസം ആള് മുക്തി കിട്ടിപ്പോയി. ഗോകർണന് മാത്രമല്ല, അവിടെ സപ്താഹം കേൾക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കണ്ടായിരുന്നു. അവർക്കൊന്നും കിട്ടിയില്ല. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് മുക്തി കിട്ടിയത്. ഇത്രയല്ല അവിടെ നമ്മുടെ തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിലേ ഗോലോകത്ത് പോവുള്ളൂ. നമ്മൾ സത്വഗുണത്തിലൊക്കെ ഇരുന്നു നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഗോലോകത്തേക്ക് പോവില്ല. നമുക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. അതിനാണ് ചില പ്രശ്നങ്ങളിൽ നമ്മൾ എടുത്തിടുന്നത്. ഭഗവാൻ കുന്തി ദേവിക്ക് ഇത്രയും പ്രശ്നം കൊടുത്തത്. മഹാഭക്തന്മാർക്ക് എന്തുകൊണ്ടാണ് പ്രശ്നം? ഇന്നലെ ഭഗവാനെ കാണാൻ പറ്റണുള്ളൂ. ഭഗവാൻ തിരിച്ചു പോകും. ദുഃഖമൊക്കെ തീർന്നപ്പോൾ ഭഗവാൻ ദ്വാരയ്ക്ക് തിരിച്ചു പോവാണ്. അപ്പൊ പിന്നെ ഭഗവാനെ കാണാൻ പറ്റില്ല ആൾക്ക്. ഇതിനും മീതെ എനിക്ക് ദുഃഖം കിട്ടുമായിരുന്നു. അപ്പൊ നിന്നെ എപ്പോഴും കാണാൻ വരണത് അവർക്ക് ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല, അവരെ ഭഗവാൻ ആ തീവ്ര ഭക്തിയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ആ കഷ്ടകാലം ഉണ്ടെങ്കിൽ വീണ്ടും വിളിക്കുള്ളൂ. സുഖം കിട്ടുമ്പോ അത്ര വലിയ അത് മാത്രം ഭഗവാന് പിന്നെ ഒരു പണി എടുക്കാൻ പറ്റില്ല അല്ലെ? ഈ ഗജേന്ദ്രമോക്ഷം വന്നില്ലേ? ഭഗവാൻ എന്താണ് മോളത്തെ മേലെങ്കി പോലും ഇടാണ്ട് ഓടി വന്ന്. ഗജേന്ദ്രന്റെ വിളി അങ്ങനെയായിരുന്നു. നമ്മളെ കൃഷ്ണാന്ന് വിളിക്കും. പിന്നെ നമ്മുടെ കാര്യമൊക്കെ നോക്കി സമാധാനത്തിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇവർക്ക്. അതെന്റെ ഭഗവാൻ. നമുക്ക് തീവ്ര ഭക്തി ഇല്ല മാതാജി, സത്യം പറഞ്ഞ അതാണ്. നമ്മള് അഡ്മിറ്റ് ചെയ്തപ്പോഴേക്ക് കണ്ടില്ലേ, ദുന്തുകാരി ജീവിതകാലം മുഴുവൻ തെറ്റാ ചെയ്ത്. പക്ഷെ അവൻ തീവ്ര ഭക്തി വന്ന കാരണം അവനെ കൊണ്ടുപോയി ഭഗവാന്റെ ലോകത്തേക്ക്. ഈ ഇരുന്ന ആൾക്കാർക്ക് സത്വഗുണത്തിൽ ഒരൊറ്റെണ്ണത്തിന് ഭഗവാനെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ടതാരാ? പിന്നെ എപ്പോ കൊണ്ടുപോയത്? ആ തുളസി കൂടെ ഇല്ലേ? അപ്പൊ നമുക്ക് 1ാമത്തെ ശ്ലോകം ചർച്ച. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതാണ് ഭാഗവത മഹാത്മ്യം. ഭാഗവതം കേട്ടപ്പോ ഒരു ദുഷ്ട പ്രേതാത്മാവ് കേട്ടിട്ട് പോലും ഭാഗവത്തിന്റെ മഹിമ കൊണ്ട് ആൾക്ക് മുക്തി കിട്ടി എന്നുള്ളതാണ് അതിന്റെ മഹാത്മ്യം. അതാണ് നമ്മളിപ്പോ കേൾക്കാൻ പോണത്. നമുക്ക് വരാൻ പോണ കലിയുഗത്തിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദക്ഷന്റെ അതൊക്കെ വരാൻ പോണല്ലോ. ഇവരൊത്തുകൂടിയത് എന്തിനാ? ഈ 66,000 ഋഷിമാര് നൈമിഷാരണ്യത്തിൽ എന്തിനാ ഒത്തുകൂടിയത്? ശൗനക ഋഷിയാണ് ഹെഡ്. എന്തിനാ ഒത്തുകൂടിയെന്ന് പറഞ്ഞാൽ വരുന്ന കലിയുഗത്തിലെ ജനങ്ങള് ഭാരതം അങ്ങ് കേട്ടത് അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് സൂത ഗോസ്വാമിക്ക് ഒരു വ്യാസാസനമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് ഋഷിമാരെ അന്വേഷിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതാണ് ഋഷിമാരുടെ അന്വേഷണങ്ങൾ എന്നാണ് 1ാമത്തെ ചാപ്റ്ററിന്റെ പേര്. അല്ല 1ാമത്തെ ശ്ലോകം ഇതരാ ചാർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാ ആദികവയേ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയ. കിട്ടിയ മാതാജിക്ക് കിട്ടിയ ശ്ലോകം കിട്ടിയ നോക്കി വായിക്കേ. 7ാമത്തെ പേജ്. ഇത് ഞാൻ വായിച്ച് ട്യൂണ് പറഞ്ഞതിന് ശേഷം എല്ലാവരും വായിക്കണം കേട്ടോ. മഹാത്മ്യല്ല, ശ്ലോകം എടുക്കും. അതിനെ വായിച്ചോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാൻ വായിച്ചു തരാം, എന്നിട്ട് പാടിയാൽ മതി, ചിലപ്പോൾ തെറ്റണ്ട. ജന്മാദ്യസ്യ യതോന്വയാദിതരച്ചാർത്തേഷ്വഭിജ്ഞസ്വ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി.
ജ്ഞാനസ്യേന സദാ നിരസ്തർവകം സത്യം പരം ധീമഹി ജന്മാദസ്യ യദോന്മയാദിരത ശാസ്ത്രേ ത്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാ ദാമ്യാസേന സദാ നിരസ്തർവകം സത്യം പരം ധീമഹി ജന്മാദ്യസ്യ യദോന്മയാദിതരരാശ്ചാത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാ ആദികവൈ സത്യം പരം ധീമഹി. എല്ലാവരും വായിച്ചു കഴിഞ്ഞില്ല. അപ്പോൾ ഈ ശ്ലോകം അടുത്ത ആഴ്ച കാണാതെ പഠിച്ചിട്ട് വരുന്നുണ്ട്. ഹോംവർക്ക് ഇത് പഠിക്കണം നമ്മൾ. ആദ്യത്തെ 3 ശ്ലോകം ബൈഹാർട്ട് ചെയ്യണമെന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ട്. ഇനി 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 2 കൂടെ എടുക്കാം. അല്ല, ഈ ഒരു ഇതൊറ്റ ശ്ലോകമാണ്, ഇതൊറ്റ ശ്ലോക. പിന്നെ നീട്ടി വെച്ചാൽ പഠിക്കില്ല. ഇപ്പൊ ചൊല്ലിയത് ജന്മാദ്യസ്യ യദോന്വയാദിതരശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാ ആദികവയേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. നമഃ പറഞ്ഞ എൻ്റെ പ്രണാമം സമർപ്പിക്കുന്നു. ഭഗവതേ ആർക്കാണ്? പരമദിവ്യോത്തം പുരുഷൻ, സുപ്രീം പേഴ്സണാലിറ്റിക്ക് എന്നാണ്. പരമദിവ്യോത്തം പുരുഷൻ പറഞ്ഞ എന്താണ് അർത്ഥം? ഈശ്വരൻ, എല്ലാത്തിൻ്റെയും ഈശ്വരൻ, അധിപൻ, കൺട്രോളർക്ക്. അപ്പം അത് ആരാ ചൊല്ലണത്? ഇവിടെ നമ്മുടെ വ്യാസമഹർഷി ആദ്യം പറഞ്ഞതാണ്. ഓം നമോ ഭഗവതേ നമസ്കാരം അല്ലെ, പ്രണാമം സമർപ്പിക്കുന്നു. ഓം പറഞ്ഞ അല്ലയോ എൻ്റെ ഭഗവാനെ, നമഃ എൻ്റെ പ്രണാമം സമർപ്പിക്കുന്നു. നമസ്കരിക്കുന്നു. പറഞ്ഞറിയില്ലേ? നമസ്കരിക്കുന്നു. നമ്മൾ നമസ്തേ പറഞ്ഞത് പരമമായത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ ആരുമില്ല. പിന്നെ അതിന്റെ മുകളിൽ ആരുമില്ല. ശിവന്റെ മുകളിൽ ആരെയല്ല, ശുഗനല്ലേ പറഞ്ഞു കൊടുക്കണ? ശുഗമഹർഷിയല്ല. അത് ഇപ്പൊ പറഞ്ഞു കൊടുക്കണത് വ്യാസമഹർഷി. ഇത് എഴുതിയത് ശുഗമഹർഷി പരിഷത്തിന് പറഞ്ഞു കൊടുക്കുക. ആദ്യം വ്യാസദേവനാണ് ഇത് എഴുതിയത്. വ്യാസദേവനാണ് ശൂദഗോസ്വാമി. വാസുദേവായ പറഞ്ഞ വാസുദേവൻ കൃഷ്ണന് എങ്ങനെയാണ് വാസുദേവൻ എന്ന് പേര് വന്നത്? വസുദേവരുടെ പുത്രനായതുകൊണ്ടാണ് വാസുദേവൻ എന്ന് പേര്. ആ വാസുദേവൻ, ആ ദേവകിയുടെ പുത്രൻ വാസുദേവൻ ആരാണ്? പരമദിവ്യോത്തമ പുരുഷനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രത്യക്ഷമായത്, ഇതരത അപ്രത്യക്ഷമായത്. പ്രത്യക്ഷമാണോ അപ്രത്യക്ഷമാണോ അല്ലെ? ഇതൊക്കെ ഉണ്ടാവണത്. അർത്ഥേഷു അതിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? അഭിജ്ഞ, പൂർണ്ണ അഭിജ്ഞൻ, സ്വര. ഇതൊക്കെ അറിയുന്ന ആർക്കാണ്? എല്ലാം അഭിജ്ഞൻ പറഞ്ഞാൽ ഇതെല്ലാം അറിയുന്ന. സ്വരാട് പൂർണ്ണ സ്വതന്ത്രൻ. ആരാണ് ഈ പൂർണ്ണ സ്വതന്ത്രൻ? ആരാണിത് എല്ലാം അറിയുന്നത്? ആ ആളാണ് വാസുദേവൻ. മനസ്സിലായ? യഥാർത്ഥ ജീവാത്മാവിന് മുഹ്യന്തി മായാമോഹിതനായി യതാരെക്കുറിച്ചാണോ സൂര്യ മഹർഷിമാരും ദേവന്മാരും തേജസ് വാരി ജലം മൃദാം പൃഥ്വി യഥാ വേണ്ടുവോളം വിനിമയ പ്രവർത്തനഭാവത്താൽ നിഷേധിക്കുക. കുഹകം മിഥ്യ, സത്യം പരമം ധീമഹി ഞാൻ പ്രണമിക്കുന്നു. ഇതിന്റെ വിവർത്തനം പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവും ഈ ശ്ലോകത്തിന്റെ. അത് ഞാൻ വിവർത്തനം വായിക്കാം. അല്ലയോ വസുദേവസുതനായ എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ എന്നാണ് ആദ്യം പറയുന്നത്. അല്ലയോ സർവവ്യാപിയായ പരമദിവ്യോത്തമ പുരുഷനെ. സർഗ വിസർഗ എന്ന് പറയും. സർഗം പറഞ്ഞാൽ ആദ്യം ഭഗവാൻ സൃഷ്ടിച്ചിട്ട് അത് ഭഗവാന്റെ കയ്യിൽ വെച്ചതിന് ശേഷം ബ്രഹ്മാവിൻ്റെ കയ്യിലേക്ക് അത് മാറ്റുകയാണ്. എന്നിട്ട് ബ്രഹ്മാവ് വീണ്ടും ഇതിനെ സൃഷ്ടിക്കുകയാണ്. അതാണ് വിസർഗ. ആദ്യത്തെ സൃഷ്ടി ഉണ്ടായത് ആരാണ്? ഭഗവാനാണ്. അതാണ് ഈ സ്പഷ്ടപ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ആദി കാരണഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്ര ചിത്തനായിട്ട് ധ്യാനിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സത്യം പരന്തേമി അല്ലേ, അങ്ങ് ഭഗവാൻ കൃഷ്ണൻ പരിപൂർണ സത്യമാകുന്നു. സത്യം പരമസത്യം, ഒറ്റ സത്യമുള്ള എന്താണ്? ഹരേ നാമൈവ കേവലം, ഹരിയുടെ നാമം മാത്രമേ സത്യം, ഹരി മാത്രമേ സത്യമായിട്ടുള്ളൂ ഈ പ്രപഞ്ചത്തിൽ, ബാക്കിയൊക്കെ മായയാണെന്ന് പറയുന്നത് അല്ലേ. അങ്ങ് പരിപൂർണ സത്യമാകുന്നു എന്നാണ് പറയുന്നത്. പ്രത്യക്ഷവും അപ്രത്യക്ഷമായ എല്ലാറ്റിനെയും കുറിച്ച് ഭഗവാന്റെ ജ്ഞാനമുണ്ട്. ഇനി ഭഗവാന്റെ കാര്യം എന്താണ്? പ്രത്യക്ഷമായിട്ടുള്ള കാര്യം, കാണുന്നത്, കാണാത്തതും അപ്രത്യക്ഷമായതും അല്ലേ, എല്ലാത്തിനും കുറേ പ്രാവശ്യം കത്തിച്ചിട്ടും വെള്ളം ചൂടാവുന്നില്ല. അപ്പോൾ ഭഗവാനും പാണ്ഡവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഭഗവാനോട് പാഞ്ചാലി വന്ന് പറഞ്ഞു, കൃഷ്ണ വെള്ളം ചൂടാവണേ ഇല്ല പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറയാം വെള്ളം പുറത്തേക്ക് ഒഴിച്ച് കളയാൻ പറയും. ഒഴിച്ചു കളഞ്ഞപ്പോൾ ഈ തവള പുറത്തേക്ക് പോകും. ഈ തവള എന്നോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. സ്വാതന്ത്ര്യം ഇല്ല, വാക്ക് കൊടുത്തു പോയി പറഞ്ഞു. ഭഗവാൻ വല്ല പേടിയുണ്ട്? ആരെങ്കിലും പേടിക്കണ? ഭഗവാന്റെ മേലെ ഭരിക്കാൻ ആരുമില്ല. ഭഗവാൻ എന്തും വേണമെങ്കിൽ ഏത് വാക്കും തെറ്റിക്കാൻ അദ്ദേഹം വിചാരിച്ചു. ഇവർക്ക് വാക്ക് തെറ്റിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇവർ കൈ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ. പറയണ അഗ്നിയിൽ ജലത്തെയും ജലത്തിൽ കരയെയും മിഥ്യാദർശനം നടത്തി സംഭ്രാന്തരായവരെ പോലെ
സമതുലിതരായ ഉത്കൃഷ്ട സന്യാസിമാർ, ദേവന്മാർ എന്നിവർ പോലും ഭഗവാന്റെ മായയിൽ വ്യാമോഹിക്കുന്നു. ഈ ഋഷിമാര്, മഹർഷിമാര്, മുനിമാര്, ദേവന്മാർ പോലും ഭഗവാന്റെ മായ ഗുണങ്ങളുടെ പ്രത്യാഘാത നിമിത്തം. എന്തുകൊണ്ടാണ് ഈ ലോകം ഉണ്ടായത്? പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ കൊണ്ടാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകം, അല്ലേ? ഈ താൽക്കാലിക ഭൗതിക പ്രപഞ്ചം വാസ്തവമാണെന്ന് തോന്നാനുള്ള കാരണം എന്താ? ഇത് വെറും താൽക്കാലികമാണ്, കുറച്ച് കാലത്തേക്ക് ഇത് നിൽക്കുള്ളൂ. എന്നിട്ട് പോലും ഇത് വാസ്തവമാണ്, ഇത് ശരിയാണെന്ന് നമുക്ക് തോന്നാൻ കാരണം എന്താണ്? ഈ ത്രിഗുണങ്ങളാണെന്ന്. സത്വഗുണം, രജോ ഗുണം, അല്ലേ? അല്ലെങ്കിൽ 3 ഗുണത്തിന്റെ മിശ്രിതാവസ്ഥയിലായിരിക്കും. രാവിലെ സത്വഗുണമായിരിക്കും, ഉച്ചയ്ക്ക് രജോ ഗുണമായിരിക്കും, രാത്രി തമോ ഗുണമായിരിക്കും, അല്ലേ? അതാണ് യഥാർത്ഥ സത്യം. മൂന്ന് മിശ്രിതമായിട്ടുള്ള ഗുണമാണ് നമുക്കുള്ളത്. ഈ ഗുണങ്ങളിൽ പെടുന്തോറും നമുക്ക് ഈ സത്യങ്ങളൊന്നും തിരിച്ചറിയൂല, അല്ലേ? അതാണ് നമ്മൾ ഈ പ്രപഞ്ചം വാസ്തവം. ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ഏകാഗ്രചിത്തമായിട്ട് ധ്യാനിക്കുന്നു എന്ന് പറയുകയാണ്. ആരാണ്? വ്യാസ മഹർഷിയാണ് ഈ ധ്യാനിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യമാകയാൽ, പരമസത്യം, സാധാരണ സത്യങ്ങളൊക്കെ കുറേ ഉണ്ട്, അല്ലേ? ഇപ്പൊ കാണുന്ന ഈ പ്രപഞ്ചമൊക്കെ സത്യമാണ്, അത് സാധാരണ സത്യമാണ്, പരമസത്യമല്ല. ഇത് മാറും, ഇത് മാറി. പിന്നെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ? ഈ ത്രിഗുണങ്ങളിലൊക്കെ കാരണം, ഈ ലോകം വാസ്തവമാണെന്ന് തോന്നിപ്പിക്കാനുള്ള കാരണം ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ, അല്ലേ? വസുദേവന്റെയും ദേവിയുടെയും പുത്രനായിട്ടുള്ള ആ ഭഗവാനെ, പൂർണ്ണ സ്വതന്ത്രനായിട്ടുള്ള, അല്ലെ? എല്ലാ ജന്മാദ്യസ്യതോന്വയാദിതരശ്ചാർത്തേഷു അഭിജ്ഞസ്വരാട്. അങ്ങ് സ്വതന്ത്രനാണ്, അല്ലെ? അങ്ങ് പൂർണ്ണ ജ്ഞാനമുള്ളവനാണ്. അഭിജ്ഞ പറഞ്ഞ എല്ലാ അറിവുള്ളവൻ. സ്വരാട് പറഞ്ഞ സ്വതന്ത്രൻ. മതി, നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് പറഞ്ഞാൽ അതുപോലെ ചൊല്ലിക്കും. ഇതാണ് ട്യൂൺ. അതിന്റെ പിരിച്ചു ചൊല്ലിയാൽ മതി. ജന്മാദ്യസ്യതോന്വയാദിതന്യ. ഇതിൽ ഭാവാർത്ഥം ഒരുപാട് പ്രഭുപാദ് തന്നിട്ട് ഞാൻ ജസ്റ്റ് വായിക്കാൻ കേട്ടാൽ മതി, കുറേ ഉണ്ട്. 1-ാമത്തെ ശ്ലോകത്തിന് തന്നെ പ്രഭുപാദ് അത്രയധികം ഭാവാർത്ഥം കൊടുത്തിരിക്കുന്നു. വസുദേവരുടെയും ദേവികയുടെയും ദിവ്യപുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ്, വാസുദേവനെയാണ് പരമദിവ്യോത്തം പുരുഷന് പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാവാർത്ഥം പറഞ്ഞ ഗുരു നമുക്ക് അതിൻ്റെ എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തരികയാണ്, അല്ലേ? ഈ യഥാർത്ഥ്യത്തെ അത്യന്തം വ്യക്തമായി ഈ ഗ്രന്ഥത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിൽ യഥാർത്ഥ പരമദിവ്യോത്തം പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്നും ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ പരമദിവ്യോത്തം പുരുഷൻ കൃഷ്ണ ഭഗവാനാണെന്ന് മനസ്സിലാവാം. വിഷ്ണുമൂർത്തികളില്ലേ, നരസിംഹ, വാമന, അവരെയാണ് ഈ പറയുന്നത് പൂർണ്ണ അംശങ്ങളാണ്, ഭഗവാന്റെ അംശങ്ങളാണ്, അംശ അവതാരങ്ങളാണ്. ഇത് ഇത് വ്യാസദേവനാണ് സ്ഥിരീകരിക്കുന്നത്. കൃഷ്ണ സന്ദർഭ എന്ന ഗ്രന്ഥത്തില് ശ്രീ ജീവഗോസ്വാമി വളരെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ജീവഗോസ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് ഇതൊക്കെ ഭാവാർത്ഥമൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച് നമുക്ക് തന്ന ആൾക്കാരാണ് ഇവര്. ഇവര് ഈ കൃഷ്ണ സന്ദർഭ എന്നുള്ള പുസ്തകത്തിൽ ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് എന്ന്. ഇതെന്താണ് ഇത് ഉദ്ദേശിക്കണമെന്നുള്ള അർത്ഥങ്ങൾ. പരമ്പര, ഗോസ്വാമിമാരൊക്കെ പരമ്പരയാണ്. ഗൗഡീയ വൈഷ്ണവ, ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി കൊടുത്തിട്ടുള്ള ആൾക്കാർ. ശ്രീരംഗം, തമിഴ്നാടുകളിലൊക്കെ കണ്ടിട്ടുള്ള അവരാണ് ഈ ശ്രീ സമ്പ്രദായക്കാരാണ്. അവർ ലക്ഷ്മി നാരായണനെയാണ് പൂജിക്കുന്നത്. ലക്ഷ്മി നാരായണ പൂജയുള്ള ശ്രീ സമ്പ്രദായക്കാരെ ഈ ശ്രീരംഗത്തും തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഇവരെ കാണാം. പിന്നെ ഇവിടെ കാണാം, തിരുപ്പതി ഭാഗത്തൊക്കെ കാണാം. ഇവര് ലക്ഷ്മി സമ്പ്രദായത്തിലാണ്. അവർ ലക്ഷ്മി നാരായണ പൂജയാണ് ചെയ്യുന്നത്. ഐശ്വര്യമാണ് ലക്ഷ്മി നാരായണ പൂജ. അതിടുന്നവർ വേറെ സമ്പ്രദായമാണ്. ഇത് 4 സമ്പ്രദായമുണ്ട്. പിന്നെ ഒന്ന് രുദ്ര സമ്പ്രദായം, അത് ശിവൻ തുടങ്ങി വെച്ച പരമ്പരയാണ്. അത് ഏതോ കൂടി അവര് ഈ രാധാകൃഷ്ണന്മാരെന്നെ അങ്ങനെയല്ല, ഇത് വൈഷ്ണവ സമ്പ്രദായങ്ങളാണ്. ശിവൻ തുടങ്ങി വെച്ചാണ് ഈ രുദ്ര സമ്പ്രദായം. ഉണ്ണിക്കണ്ണന് ലഡ്ഡു പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. ഉണ്ണിക്കണ്ണൻ 2 വയസ്സും 3 വയസ്സും, അത് രുദ്ര സമ്പ്രദായം. പിന്നെ വെണ്ണ പിടിച്ചിട്ട് തന്നെ ഇരിക്കണം. പിന്നെ ലഡ്ഡു പിടിച്ചിരിക്കണം. മന്ത്രം മുഴുവൻ ഹരേ കൃഷ്ണ മന്ത്രവും. ഓരോരുത്തർക്കും ഓരോ മന്ത്രം ഉണ്ട്. ചിലവർക്ക് രാധേ കൃഷ്ണ 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 രാധേ രാധേ എന്നുള്ള മന്ത്രമുണ്ട്. അത് വല്ലഭ സമ്പ്രദായത്തില് യൂട്യൂബ് പല മന്ത്രം. പക്ഷെ നമ്മുടെ മന്ത്രം രാധേ രാധേ വ്രജവാസി വൃന്ദാവനത്തില് അങ്ങനെ ഉപദേശ മന്ത്രമാണത്. അതാണ് ചൊല്ലേണ്ടത്. ഇതിപ്പോ ഇവിടെയുള്ള ആൾക്കാരെന്താ പറയുക, അവരവരുടെ ഇഷ്ടത്തിന് ഓരോ മന്ത്രം ഉണ്ടാക്കണം. അതൊന്നും ശരിയായ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് തോന്നിയാസം നമ്മൾ ചെയ്യാം. നമ്മൾ തോന്നിയ പോലെ ഒരു മന്ത്രം ഉണ്ടാക്കാനുള്ള അധികാരം നമുക്ക് ആരാ തന്നത്? ഭഗവാന്റെ ഗുരുക്കന്മാര്. അവര് ശാസ്ത്രത്തിൽ നിന്ന് എടുത്തു തരും ഒരു മന്ത്രം. ഇപ്പൊ ബ്രഹ്മാവ് നമുക്ക് എടുത്തു തന്ന മന്ത്രമാണിത്, ഹരേ കൃഷ്ണ. അത് വിശ്വസിക്കില്ല, അംഗീകാരം ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ നമ്മുടെ മന്ത്രങ്ങൾ ആധികാരികമായ പരമ്പരയിലൂടെ അംഗീകരിച്ച് സീൽ വെച്ചാലേ ഇത് ശരിയായി. നമ്മൾ ഏത് പെട്ടിയിൽ ലെറ്റർ ഇട്ടാലും അത് അവിടേക്ക് എത്തില്ലല്ലോ.
കൃഷ്ണനെക്കുറിച്ച് ചൊല്ലിയത് കൊണ്ടുണ്ട് ഗുണം വെച്ചാൽ നല്ല നല്ല പവിത്രമായ വീടുകളിൽ ജനിക്കാനും വീണ്ടും ഇതൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ കിട്ടും. ശരിയായ രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യം ഭഗവാൻ തരും. ഇതിന് വിവരമില്ലാണ്ട് എന്തൊക്കെയോ പഠിച്ചു, ഇനി നല്ലൊരു ഗുരുവിൻ്റെ വീട്ടിൽ ജനിപ്പിക്കാം. നമ്മൾ വിചാരിക്കുന്നത് ഈസിയൊന്നുമല്ല അല്ലേ, എത്തണമെങ്കിൽ അതിൻ്റെതായ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇതും ചിന്തിക്കേണ്ട, നമുക്ക് ഹരേ കൃഷ്ണ, അതായത് നിങ്ങൾക്ക് ഇതേ ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ ഒരു പരമ്പരേനെ ഇപ്പോൾ കൊണ്ടുവന്നു, എൻ്റെ ഗുരുവിനിലൂടെ നിങ്ങൾ കൊണ്ടുവന്നു. ഈ ഗുരു പറയണു ഹരേ കൃഷ്ണ നാമം ജപിക്കുക. അത് ഈ ഭഗവാന്റെ കാരുണ്യാണ്. എൻ്റെ അടുത്തേക്ക് വരണം നിങ്ങൾ. ആ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ അവളവിടെ പഠിച്ചു, അവൾ ഇത്രയും പഠിച്ചതിന് സർട്ടിഫൈഡാണ്. പക്ഷെ നോളേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ എത്ര സ്വന്തമായി പഠിച്ചാലും ആ ഗുരു പരമ്പരയിലൂടെ, ഏതെങ്കിലും ഗുരു ആയിരിക്കും ഇത് പരമ്പര, ഈ ഗുരു പരമ്പര ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. ഞാൻ പരമ്പര ഫോളോ ചെയ്യാണ്, ഞാൻ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അതിന് അതോറിറ്റി ഉണ്ടാവില്ല. എനിക്കൊരു ഗുരു ഉണ്ടാവണം, ആ ഗുരുവിനൊരു ഗുരു ഉണ്ടാവണം. അവര് മുഴുവൻ അവര് ഗുരുവിനെ ഫോളോ ചെയ്യണം. ഇവര് സിൻസിയറാണ്, ഇവര് ആത്മാർത്ഥയോടെയാണ് എനിക്ക് ചെയ്യണത്, ഇവരെ ശരിയായ വഴിക്ക് ഞാൻ നയിക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം തന്നെയാണ് നല്ല വഴിക്ക് കൊണ്ടുപോകണം. ചീത്ത കാര്യങ്ങൾ, നമ്മൾ ഫ്രോഡ് തരങ്ങൾ ഭഗവാനോട് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ നമ്മളെ മിസ്ഡയറക്റ്റ് ചെയ്യും. തെറ്റായ ആൾക്കാരെ ഗുരുക്കന്മാരും ഇഷ്ടം പോലെ എത്ര പേരെ പിടിച്ചിട്ടുണ്ട്. സന്തോഷ് മാധവ് കൊണ്ടൊക്കെ പിടിച്ചില്ലേ അല്ലേ? അവര് ആധ്യാത്മിക രീതിയിലല്ലേ വന്നത്. അതാണ് തെറ്റായത് വരുന്നത്. നമ്മൾ എങ്ങനെ നമ്മൾ നല്ലതിലേക്ക് അട്രാക്റ്റഡ് ആവുള്ളൂ അല്ലേ? എങ്ങനെ അത് എങ്ങനെയാ അറിയാണ്ട് വരണമെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ നടക്കണത്. ഇഫ് യു ആർ സിൻസിയർ ആയിരുന്നു, അവർക്ക് തെറ്റ് മനസ്സിലായി, അപ്പൊ അവരെ വീണ്ടും നല്ല വഴിക്ക് തന്നെ ഭഗവാൻ നയിക്കും. ഇതൊക്കെ നമ്മളിലാണ് കിടക്കണത്. നമ്മളപ്പോൾ കൃഷ്ണനോട് നേർവഴിക്ക് നയിക്കണേന്ന് എന്നും പ്രാർത്ഥിക്കണം. കൃഷ്ണ, ഞാൻ വേണ്ടാത്തതിലൊന്നും ചെന്ന് പെടാതെ എന്നെ നിന്റെ നേർവഴിക്ക് നയിച്ച് നല്ല അല്ലേ, ശരിയായത് എന്താണെന്ന് എനിക്കറിയില്ല, നീ എന്നെ കൊണ്ടുപോകും, നീ എന്നെ വഴി നടത്തൂ പറഞ്ഞാൽ അത് ഭഗവാൻ ശരിയായി നടത്തും. നമുക്ക് പക്ഷെ കുറച്ച് വേണ്ടാത്ത ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് പണമൊക്കെ ഫ്രീ ആയിട്ട് വെറുതെ പണമെല്ലാം കിട്ടുകയാണെങ്കിൽ, ആ ഗുരുവിൻ്റെ അടുത്ത് പോയി കുറേ പണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഭഗവാനുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ജീവാത്മാവായ ബ്രഹ്മദേവൻ ബ്രഹ്മസംഹിത എന്ന സ്വപഠന ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ വിഷയത്തെ ദൃഢമായി വിവരിക്കുകയും ചെയ്യുന്നു. ഈ ബ്രഹ്മസംഹിത ബ്രഹ്മാവ് എഴുതിയതാണ്. ബ്രഹ്മാവാണ് ആദ്യം ഉണ്ടായത്. അദ്ദേഹത്തിനല്ലേ ഭഗവാനെ കണ്ടിട്ടുള്ളത്, അദ്ദേഹം മാത്രമല്ലേ, ബാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്രഹ്മാവല്ല ആദ്യം ഉണ്ടായ ആള്. എഴുതിയതാണ് ബ്രഹ്മസംഹിത. അതിൽ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം, പരമമായ ഈശ്വരൻ കൃഷ്ണനാണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. സർവകാരണ കാരണം, എല്ലാ കാരണത്തിന്റെയും കാരണം അങ്ങാണെന്ന്. വേണും ഗുണന്തമരവിന്ദളായ ദാശം, അദ്ദേഹത്തിന്റെ രൂപം പറയണേ, വേണും ഗുണന്തമരവിന്ദളായ ദാശം ബർഹാവതം സമസിതാംബുദ സുന്ദരാംഗം. ബർഹാവതം പറഞ്ഞ മയിൽപ്പീലി ചൂടിയിട്ടില്ല ആ സുന്ദരമായ അംഗം ഭഗവാന്റെ. നാരായണ സ്വരൂപത്തിൽ നിൽക്കുമ്പോൾ ഓടക്കോല് വരില്ല, കൃഷ്ണനാണ് ഓടക്കോല് വരുള്ളൂ അല്ലെ. പിന്നെന്താണ്? കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. കോടിക്കണക്കിന് കാമദേവന്മാര് ഒന്നിച്ച് നിന്നാൽ എന്ത് ഭംഗിയുണ്ടാവും, അത് ഭംഗിയാണ് ഒറ്റ കൃഷ്ണന്. ഒരു കാമദേവൻ തന്നെ അതിസുന്ദരനാണ്. അങ്ങനെ കോടിക്കണക്കിന് കാമദേവന്മാർ ഒന്നിച്ചു കൂടുമ്പോൾ എന്ത് ഭംഗിയുണ്ടാവുമെന്ന്. ആ ഭംഗിയാണ് ഈ കൃഷ്ണൻ. ആര് പറയാണ്? ബ്രഹ്മാവ് പറയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വർണ്ണം ശ്യാമവർണ്ണാണെന്ന് പറയുന്നത്, നീലമേഘമാവാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് കൃഷ്ണന്റെ രൂപം, ഇതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു തരുന്നത്. ഉദയമാജി പഠിപ്പിച്ചത്, ബ്രഹ്മസംഹിത പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലേ. അതല്ലേ, നമുക്കിതൊക്കെ പഠിക്കാം ബ്രഹ്മസംഹിതയൊക്കെ പതുക്കെ എല്ലാം കൂടെ കഴിയില്ലല്ലോ, ഓരോന്നോ. സാമവേദ ഉപനിഷത്തില്, ഇനി സാമവേദ ഉപനിഷത്ത് കേട്ടിട്ടില്ലേ? 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം. ആ സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആരുടെ? ദേവികിയുടെ മകനാണ്. ഈശ്വരൻ ദേവികിയുടെ മകനാന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഇതൊക്കെ ശാസ്ത്രം അനുസരിച്ചാ പറഞ്ഞത് കേട്ടോ, ശ്രദ്ധിച്ച ഓരോന്നിൽ പറഞ്ഞതാ പറയണത്. സ്വന്തം വാക്യങ്ങൾ ഈ പ്രഭുപാദ് വല്ലവിടെയും പറയണ്ടോ നോക്കിയോ. സാമവേദത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കണു അല്ലേ, ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞിരിക്കണു എന്നാ പറഞ്ഞ ആൾക്ക് സ്വന്തമായിട്ടൊന്നും ഒരു അഭിപ്രായം ഇല്ല. ആകയാൽ മുകളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ശ്ലോകത്തിലെ പ്രഥമ ഭാഗം ശ്രീകൃഷ്ണ ഭഗവാൻ ആദി ഭഗവാനാണെന്ന പ്രസ്താവനയ്ക്ക് യഥാർത്ഥമായ പ്രമാണം നൽകുന്നു. ഏത് ദിവ്യനാമവും നിരപേക്ഷവും പരമദിവ്യോധം പുരുഷനായ ഭഗവാന് സ്വന്തമാണെന്ന് മനസ്സിലാക്കുകയും കൂടാതെ സർവ്വ ആകർഷക എന്നർത്ഥം വരുന്ന കൃഷ്ണ എന്ന പദത്താൽ ആ നാമത്തെ നിശ്ചയമായി ആവിഷ്കരിക്കുകയും ചെയ്യണം. അതായത് ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ടെന്ന്, കേശവ, മാധവ, മധുസൂദൻ, എന്നാലും സർവ്വ ആകർഷക എന്നർത്ഥം വരുന്നത് കൃഷ്ണ എന്നുള്ള നാമം. അതുകൊണ്ട് കൃഷ്ണ എന്ന പദത്താൽ ആ നാമത്തെ നിശ്ചയമായി ആവിഷ്കരിക്കണം.
ഭഗവത്ഗീതയിൽ നിരവധി ഇടങ്ങളിൽ ഭഗവാൻ പരമദിവ്യോത്തം പുരുഷനാണെന്ന് സ്വയം ദൃഢമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഭഗവത്ഗീത നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ കേൾക്കും. ഭഗവത്ഗീത ഓരോരോ അധ്യായം കഴിയുമ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് എൻ്റെ ഭഗവാൻ. ഹു ഈസ് ഭഗവാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ എന്ന് പറയാൻ കേട്ടണം. കാളിയാണോ അതോ അല്ലേ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരുമ്പോഴാണ് മറ്റു മതക്കാർ നമ്മളെ കളിയാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഈശ്വരനെ വ്യക്തമായിട്ട് അറിയാം. 1000 ഈശ്വരനാണ്, 1000 ഈശ്വരന്മാരുണ്ടെന്നല്ല പറയുന്നുണ്ട്. കൃഷ്ണ ബാക്കിയുള്ളവരാരാണെന്നപ്പോൾ നമ്മളോട് ചോദിക്കും, നമ്മളെ ശരിയാ കൺഫ്യൂസ് ചെയ്യിക്കാൻ. അവരെല്ലാവരും ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. ആരൊക്കെ? വിഷ്ണു തത്വങ്ങൾ. ബലരാമൻ, അനിരുദ്ധൻ, സംഘർഷണൻ, വാസുദേവൻ അല്ലേ? പിന്നെ 10 അവതാരങ്ങൾ കുറേ ചോദിക്കും. ഹംസാവതാരം, ഹയഗ്രീവ് അവതാരം, അങ്ങനെ കുറേ അവതാരങ്ങളുണ്ട്. നരസിംഹൻ, വാമനൻ അല്ലേ? ഇവരൊക്കെ ആരാണ്? ഭൗതികമായി ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ 33 കോടി ദേവീദേവന്മാരെ ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് പോണവർക്ക് ഇതൊന്നും വേണ്ട. ഡയറക്റ്റ് കൃഷ്ണനെ സമർപ്പിക്കുക. നമുക്കിത് വേണ്ടല്ലോ. ഈ ലോകത്തൊന്നും ആവശ്യമില്ലല്ലോ. ഈ ലോകത്തെ എല്ലാം ഭഗവാൻ തന്നു. ഇവരാണ് ഈശ്വരൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ കൃഷ്ണനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ട് നിങ്ങൾ എന്തിനാ മാതാജിനെ എന്നെ വന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്തു തന്ന്? ഞാൻ ഈശ്വരനായതുകൊണ്ടല്ല, ഭഗവാന്റെ പ്രതിനിധി, ഭഗവാനെ കുറിച്ച് പറഞ്ഞു തരാൻ ഒരു ടീച്ചറാണ് എന്ന് വെച്ചിട്ടാണ്. അതേപോലെ നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കണം. പക്ഷെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇത് ഈശ്വരനാണെന്ന്. ഒരു ജ്ഞാനത്തിലൂടെ സ്വായത്തമാക്കിയവർ എന്ത് ചെയ്ത് വെച്ചാൽ ആളുകളെ കബളിപ്പിക്കാനായിട്ട് അവർ ഈശ്വരനായിട്ട് ഭാവിക്കും. ഇവിടെ നിന്ന് അതെടുക്കുക, ഭസ്മം എടുക്കുക, ഇതിലൊക്കെ വിശ്വസിച്ച് പോണ മണ്ടന്മാരാണെന്ന് മതം. അവര് അതിനുള്ള ക്വാളിറ്റി അവർ ആർജിച്ചെടുത്തു. അതിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണോണ്ട് രാമന്റെ പരമഭക്തൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് ചെറുതാവാൻ കഴിഞ്ഞോണ്ടല്ലേ ലങ്കയിൽ പോയിട്ട് ചെറുതായിട്ടിരിക്കണത്. സരസയുടെ വായിക്ക് ഉള്ളിൽ കൂടെ കഴിഞ്ഞ പിന്നെ ഭീമാകാരം പോലെ വളരാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നല്ലോ. അതാണ് അഷ്ടസിദ്ധികൾ. ചെറുതാവുക, വലുതാവുക, അപ്രത്യക്ഷമാവുക, എല്ലാം നമ്മളെ വശപ്പെടുത്താൻ, എല്ലാത്തിനെയും വശപ്പെടുത്താനുള്ള കഴിവൊക്കെ ഈ അഷ്ടസിദ്ധികൾ പിടിക്കും. അദ്ദേഹം നാമം ജപിച്ചല്ലോ. രാമനാമം ജപിച്ച് എന്തായി? എല്ലാ ശക്തികളും ഉള്ളിൽ വന്ന് രാമന്റെ ഗുരുവായി മാറിയില്ലേ ഈ വാൽമീകി. അതൊക്കെ ഉദാഹരണല്ലേ. നമുക്ക് ആയിക്കൂടാന്നില്ല, നമ്മൾ ചെയ്യൂലേ. പക്ഷെ അത്രയ്ക്കൊക്കെ ജപിക്കാനാണ് ബുദ്ധിമുട്ട്. നന്നായി നാമം ജപിച്ചാൽ ഇവർക്ക് കാണുന്ന എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരുമല്ലോ. നമ്മൾ പിന്നെ വേറൊരാളെ ആരാധിക്കുന്നതിനാ? കൃഷ്ണനിൽ നിന്നെല്ലാം കിട്ടിക്കഴിഞ്ഞില്ലേ? കൃഷ്ണനെ ആരാധിച്ച പോരെ? എല്ലാ ദേവീദേവന്മാരുടെയും ഗുണങ്ങൾ നമ്മളിൽ വന്നു ചേരും. സൂര്യദേവതയ്ക്കൊക്കെ എങ്ങനെ ഈ ഗുണം ഉണ്ടായി? സൂര്യന്റെ സ്വഭാവം നമുക്ക് വരും. സൂര്യൻ കണ്ടില്ലേ എങ്ങനെയാ വെളിച്ചം കൊടുക്കുക? സർവർക്കും ഒരുപോലെ. വരുണൻ, ഈ ദേവന്മാർ ചിലറ ഗുണമാണ് നോക്ക്. ദേവന്മാരാവ പറഞ്ഞ എളുപ്പമൊന്നുമല്ല. ദേവന്മാരുടെ ക്വാളിറ്റി നോക്ക്. സൂര്യൻ ഒരു ദേവനാണ്, അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ്. ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ. നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. നമുക്കൊക്കെ ദേഷ്യമൊക്കെ വരും ചിലരെ കണ്ടു കഴിഞ്ഞാൽ. ഇവർ ഇന്നലെ എങ്ങനെ എന്നോട് പെരുമാറിയാണ് നല്ല ദേഷ്യം വെച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അസൂയ വെച്ചപ്പോൾ എല്ലാം ഉണ്ട്. ഇതൊക്കെ മാറണേ. എന്നാലും നമുക്ക് എല്ലാവരും എൻ്റെ കാര്യം കൂടെ പറയും. എനിക്കൊക്കെ ദേഷ്യം വരും. കഴിഞ്ഞ ആഴ്ച അവരിങ്ങനെ എന്നോട് ചെയ്താന്നൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട്. നമ്മുടെ ജപത്തിന്റെ ക്വാളിറ്റിയാണത്. അങ്ങനെ നിസ്വാർത്ഥമായിട്ടൊക്കെ ആവാ പറഞ്ഞാൽ എളുപ്പമല്ല. ജപിച്ചാൽ മാത്രം മതി, പൈസ കൊടുക്കണ്ട. നാമം ജപിക്കുക. അത് നമ്മള് ജപിച്ചു നോക്കുമ്പോ അറിയാം. 16 മാല പോലും ജപിക്കാൻ പറ്റില്ല. ജപമാല ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന കൂവളം കൊണ്ട് ഉണ്ടാക്കണത്. തുളസിമാല ഇപ്പൊ തരില്ല. മന്ത്രദീക്ഷ എടുക്കുമ്പോഴേ തുളസിമാല ഇസ്കോണിന് കൊടുക്കുള്ളൂ. പിന്നെ പൂർണ്ണമായിട്ടുള്ള വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് തുളസിമാല കൊണ്ട് ജപിക്കുക. അതിന് തെറ്റൊന്നുമില്ല. തുളസി പക്ഷെ എന്നാലും ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യല്ലേ. തുളസിയിൽ ജപിക്കണം, അപരാധം കുറയ്ക്കണമെങ്കിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ അപരാധം ചെയ്യുന്നവരാണെന്നല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് തെറ്റുകളൊക്കെ നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ കൂവളം മാത്രമല്ല, വേപ്പിന്റെ മാലയുണ്ട്. വേപ്പ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്നൊക്കെ അതുകൊണ്ടൊക്കെ ഉണ്ട്. പലതുണ്ട്. ഈ അതുകൊണ്ടും ജപിക്കുകയൊക്കെ ഹരിനാമം ജപിച്ചാൽ മതി. അതിൽ കുഴപ്പമൊന്നുമില്ല. രുദ്രഗീതം പഠിക്കുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓം നമഃ ശിവായ ചെല്ലിയ നിങ്ങൾ കൈലാസത്തിൽ പോവും. ഈ ജന്മം മരിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠത്തെയും ഗോലോകത്തേക്കും പോകണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യറിയോ? ശിവൻ എന്ത് ചെയ്യും? അവിടെ ചെന്നാ നിങ്ങൾക്ക് ഭാഗവതം പഠിപ്പിച്ചു. നിങ്ങൾ പറയണ കൈലാസം ശിവലോകം, ഒറിജിനൽ ശിവപാർവതിമാരിക്കുന്ന ശിവലോകം ഉണ്ടല്ലോ, അത് ഈ ഭൗതി 14 ലോകത്തിന്റെ ബ്രഹ്മലോകത്തിന്റെ മേലെയാണ്. ബ്രഹ്മലോകത്തിന്റെ മേലെയാണത്. തെറ്റൊന്നുമില്ല. അപ്പൊ കൈലാസം മോശമൊന്നുമല്ല പറഞ്ഞത്. അവിടെ നിന്നും പക്ഷെ ശിവൻ നമ്മളവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ശിവൻ ഹരിനാമം ജപിക്കുക. അവിടെ ശിവൻ ഗുരുവാണല്ലോ. അവിടെ ശിവനും പാർവതിയാണ് നമ്മുടെ ഗുരു. അവിടെ അവര് നമ്മുടെ അടുത്ത് ഭാഗവതം പഠിപ്പിക്കും. പാർവതിക്ക് ഈ ഭാഗവതവും
ഈ ഭാഗവത രാമായണം ആദ്യം ആരാ പറഞ്ഞത്? ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതൊക്കെ താഴോട്ട് വന്നത്. ഭാഗവതവും അത് കുഴപ്പമില്ല മാതാജി, ചൊല്ലാം. മാലയിൽ ചൊല്ലുക പറഞ്ഞ എണ്ണം പിടിക്കാനാണ്, കൗണ്ട് ചെയ്യാനാണ് ഇത് ചൊല്ലണത്. ആ, ഒരു മാലയില് ജപിക്കാം.